പറയല്ലോ കിട്ടേണ്ടവർക്ക് കണ്ണാക്കി കിട്ടിയിട്ടുണ്ട്. വിഷയം ഒന്നും പറയാനില്ല. ശരിക്കും പറയല്ലോ മാരക സാധനമാണ്. മലയാളത്തിൽ ഇനി ഇങ്ങനൊന്നും ഇല്ല. പടം തുടങ്ങിയപ്പോൾ എനിക്ക് രോമാഞ്ചടിക്കാൻ തുടങ്ങിയ തീരുന്ന വരെ ഉണ്ടായിരുന്നു. ഓരോ ആക്ടേഴ്സിൻ്റെയും ഓരോ സ്ക്രീൻ പ്രസൻസ് എടുത്ത് കാണിക്കും. ലൂസിഫറിൻ്റെ അത്ര പോരാ, എന്തായാലും കൊള്ളാം, കുഴപ്പമില്ല. L3 ആറാടുന്നതെന്നല്ല, ദിസ് ഇസ് ക്ലാസിക്. ഇത് കേരളത്തിൽ കണ്ട ഏറ്റവും വലിയ ക്ലാസിക് ആക്ഷൻ മൂവിയിൽ തന്നെയാണിത്. സൂപ്പർ പടം, കൊള്ളാം, അടിപൊളി, ഇഷ്ടപ്പെട്ടു. അടിപൊളി, സൂപ്പർ, കൊള്ളാം, നല്ല പടം, കൊള്ളാം. ലൂസിഫറിൻ്റെ അത്ര പോരാ, എന്തായാലും കൊള്ളാം, കുഴപ്പമില്ല. L3 കാണേണ്ടി വരും. ഹൈപ്പിനുള്ള മേക്കിംഗ് കൊള്ളാം, പക്ഷേ ആ ഒരു പഴയ ത്രില്ലിംഗ് മൂവ്മെൻ്റ് ഒന്നും ഇല്ല. ലൂസിഫർ കണ്ട പോലെ ഒരു സുഖം കിട്ടിയില്ല, പക്ഷേ കൊള്ളാം. മേക്കിംഗ് എല്ലാം കൊള്ളാം, നല്ലതായിരുന്നു. പക്ഷേ L3 കണ്ടാലും കുറച്ചും കൂടെ കഥ പൂർത്തിയാവുള്ളൂ എന്ന് തോന്നുന്നു. കൊള്ളാം, നല്ല പടം. ഈ ലൂസിഫർ എന്ന കഥയല്ല, അല്ലാതെ അതിൻ്റെ അകത്തോടെ പറയുന്നൊരു നമ്മൾ കേൾക്കേണ്ട ഒരു കഥ ഉണ്ടല്ലോ, ജനങ്ങളായിട്ടുള്ള രീതിയിൽ. അങ്ങനെ ഈ ഒരു നാട്ടിന് നടക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര റെസ്പെക്റ്റ് തോന്നുന്നുണ്ട്. പ്രത്യേകം അതിൻ്റെ ഒരു റൈറ്റിങ്ങിനോട്. ഡയറക്ഷൻ പിന്നെ നമ്മളൊന്നും പറയേണ്ട, നല്ലതാണ്. പിന്നെ ലൂസിഫറിൻ്റെ അത്രയും എനിക്കൊന്നും ഹൈ മൊമെൻറ്റുകളൊന്നും വന്നിട്ടില്ല. ഇഷ്ടപ്പെട്ടു, നല്ല മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. നല്ല സൂപ്പർ. ലാലേട്ടനൊക്കെ പൊളിയായിരുന്നു. പൃഥ്വിരാജ് എല്ലാവരും സൂപ്പർ. ഡയറക്ഷൻ ആക്ച്വലി പൃഥ്വിരാജ് നൈസായിരുന്നു. സ്റ്റോറിയും നൈസായിട്ട് തോന്നി. ഫസ്റ്റ് ഹാഫിനെക്കാട്ടി കൂടുതൽ ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് ഹാഫാണ്. കാരണം ഫസ്റ്റ് ഹാഫ് കൂടുതൽ ഇൻ്റർനാഷണൽ സ്റ്റഫ് എടുത്തുകൊണ്ട് കുറച്ച് ക്ലാസ് ആയിട്ട് തോന്നിയത്. ഈ ലൂസിഫറിനെ പോലെ മാസ് പ്രതീക്ഷിക്കാൻ പറ്റിയതും കാണാൻ പറ്റിയതും സെക്കൻഡ് ഹാഫിലായിരുന്നു. സോ ആവറേജ് അല്ല, എബോ ആവറേജ്. നല്ല പടം, സൂപ്പർ, സൂപ്പർ, നല്ല മൂവിയായിരുന്നു. സൂപ്പറായിരുന്നു, സത്യമായിട്ട് നല്ല മസ്റ്റ് വാച്ച് മൂവിയാണ്. സൂപ്പറായിരുന്നു. സൂപ്പർ. എന്തോ ലാലേട്ട സൂപ്പർ. എനിക്ക് അതിനേക്കാൾ ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അടിപൊളി. ഈ പടം ഒരു രക്ഷയില്ല, നല്ല പടമാണ്. തീർച്ചയായിട്ടും കണ്ടിരിക്കുന്ന പടമാണ്. നല്ല പടം, കൊള്ളാം, അടിപൊളി. മാരക സാധനം ഉള്ള കാര്യം പറയല്ലോ കിട്ടേണ്ടവർക്ക് കണ്ണാക്കി കിട്ടിയിട്ടുണ്ട്. വിഷയം ഒന്നും പറയാനില്ല. എനിക്ക് ശരിക്കും പൃഥ്വിരാജിൻ്റെ മേക്കിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. ശരിക്കും പറയല്ലോ മാരക സാധനമാണ്. മലയാളത്തിൽ ഇനി ഇങ്ങനൊന്നും ഇല്ല. ഇത് തന്നെയാണ്. അടിപൊളി, സൂപ്പറാണ്. കൊള്ളാം, സൂപ്പർ. ചേട്ടാ ഞാൻ തുടങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങി. എൻ്റെ തൊണ്ടയെല്ലാം അടിച്ചു പോയി, അലിച്ച് തൊണ്ട പോയി. പടം തുടങ്ങിയപ്പോൾ എനിക്ക് രോമാഞ്ചടിക്കാൻ തുടങ്ങിയ തീരുന്ന വരെ ഉണ്ടായിരുന്നു. ഓരോ ആക്ടേഴ്സിൻ്റെയും ഓരോ സ്ക്രീൻ പ്രസൻസ് എടുത്ത് കാണിക്കും. ആ പൃഥ്വിരാജിനെ സമ്മതിച്ചാൽ പറ്റത്തില്ല, ഇങ്ങനെ എടുത്തു വെക്കുന്നത് എങ്ങനെ നയിക്കുന്നതെന്തോ. അടിപൊളി, വേറെ ലെവൽ പടമായിരുന്നു. മോഹൻലാലും പൃഥ്വിരാജും രക്ഷയില്ലായിരുന്നു. തേർഡ് പാർട്ട് അവൈറ്റിംഗ്, ഒരു രക്ഷയില്ല. ആറാടുന്നതെന്നല്ല, ദിസ് ഇസ് ക്ലാസിക്. ഇത് കേരളത്തിൽ കണ്ട ഏറ്റവും വലിയ ക്ലാസിക് ആക്ഷൻ മൂവിയിൽ തന്നെയാണിത്.